കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഞാനെല്ലാം നോക്കിക്കോളാം. ഇതിനി മറക്കരുത്. അച്ഛനെ നമ്മള് ഒരുപാട് വിഷമിപ്പിക്കുമെന്ന് തോന്നല്ലേ അമ്മ? അതെ ഉണ്ണി, ആ ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്തിനുണ്ടായ മുറിവിനേക്കാളേറെ ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏൽപ്പിച്ച മുറിവ് വളരെ വലുതാണ്. അദ്ദേഹത്തെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കാൻ പോലും കഴിയാത്ത തെറ്റ്. അച്ഛൻ അതുകൊണ്ടല്ലേ നമ്മൾ രണ്ടുപേരോട് ക്ഷമിച്ചതമ്മേ? അച്ഛൻ വളരെ നല്ല മനുഷ്യനാ. അച്ഛന് വളരെ നല്ല മനസ്സാ. അതെ മോളെ, അഭിമോൻ ദൈവമാ. അച്ഛാ, അച്ഛൻ എപ്പോഴാ വന്നേ? അപ്പൂപ്പനെയും കൂട്ടിയാ അച്ഛൻ എന്നെ ഹോസ്റ്റലിലോട്ട് വിളിക്കാൻ വന്നത് അമ്മേ. അപ്പോ അദ്ദേഹം അച്ഛനോട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞു. അഭിമോൻ പറഞ്ഞിട്ടാ ഞാനെല്ലാം അറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞോ? ഉണ്ണി വഴിയാ അറിഞ്ഞത്. എന്തിനാ ഇവൻ ഹോസ്റ്റലിലേക്ക് പോയതെന്ന് പറയിപ്പിച്ചു. എന്നോട് പറയാതെ നീ മുത്തച്ഛനോടെല്ലാം പറഞ്ഞു അല്ലേ? അവനെ ഒന്നും പറയല്ലേ മോളെ. അവൻ നിന്നെക്കുറിച്ച് ആലോചിച്ചാ ഇങ്ങനെ ചെയ്തേ. നിന്നെക്കുറിച്ചും ഉണ്ണിയെക്കുറിച്ചും അഭിമോനും ആലോചിച്ചു. ഹോസ്റ്റലിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ ഉണ്ണി വിഷമിക്കുമെന്ന് കരുതി ഹോസ്റ്റലിൽ കൊണ്ടു ചേർത്തു. നീ അടുത്തില്ലാത്തതിന്റെ കുറവ് ഉണ്ണിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളെ അഭിമോൻ മനസ്സിലാക്കിയിടത്തോളം ഞാനും നിന്റെ അമ്മയും മനസ്സിലാക്കിയിട്ടില്ല. അഭിമോൻ വളരെ നല്ലവനാ മോളെ, വളരെ വലിയവൻ. നിന്നെക്കുറിച്ച് നിന്റെ അമ്മ കണ്ട സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം സത്യമായി മോളെ. അവൾ ചെയ്ത പൂജകൾക്കെല്ലാം ഫലവും കിട്ടി. നല്ല ഭർത്താവിനെയും നല്ല കുടുംബത്തെയും നിനക്ക് കിട്ടി. നീ ഭാഗ്യം ചെയ്തവളാ വാസു. ഇനി നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. സമാധാനത്തോടെ ഇനിയുള്ള കാലം കഴിയാം. എന്നുവെച്ചാ ഞങ്ങളെല്ലാവരും മറക്കുന്നാണോ? അമ്മ ഇനി എന്നെ ഫോൺ ചെയ്യില്ലേ? ഞങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ സന്തോഷമായിരിക്കും മോളെ. ദൈവം നിനക്കൊരു നല്ല ജീവിതം തന്നു. അല്ലല്ല, ആ ദൈവം തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുക. സന്തോഷമായിരിക്കും മോളെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നേ? അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ? ഇല്ല മോളെ, സന്തോഷം കൊണ്ട് എന്റെ വയറ് നിറഞ്ഞു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോട് പറയണ്ടേ? അഭിമോൻ എന്തിനാ ഫോൺ ചെയ്തെന്ന് വിചാരിച്ച് അവൾ ആകെ പേടിച്ചിരിക്കുക. ഞാൻ വേഗം ചെന്നില്ലെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരും. അമ്മ ഇങ്ങോട്ട് വരട്ടെ അച്ഛാ. അങ്ങനെ വരുന്നത് ശരിയല്ല മോളെ. സാവധാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. അതുപോലെ പൊടി, എന്നിങ്ങനെ നോക്കാതെ, എനിക്ക് നാണം വരുന്നു. അതിന് നിങ്ങൾക്ക് നാണവും മാനവും മര്യാദയുണ്ടോ? എന്താടി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? എന്നെ കണ്ട മനുഷ്യനാന്ന് തോന്നില്ലേ? എങ്ങനെ തോന്നും? നിങ്ങൾ എന്തൊക്കെയാ ചെയ്തേക്കുന്നേ? ആ ഉണ്ണി തിരിച്ചു വരില്ല, വസുവേട്ടത്തി ഇവിടുന്ന് പോവും, ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, രണ്ടാം ഭാര്യ കളഞ്ഞിട്ട് പോവും, അഭിയേട്ട സങ്കടപ്പെട്ടിരിക്കും, ഇങ്ങനെയൊക്കെയല്ലേ എന്നോട് പറഞ്ഞ്. ഇപ്പൊ എന്തായി? ചുമരിലടിച്ച പന്ത് പോലെ അവൻ തിരിച്ചെത്തി. അത് അഭി വിളിച്ചോണ്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? ഈ കുടുംബത്തെ പറ്റി നിങ്ങൾ അറിയണമായിരുന്നു. കുറെ നാളായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾ അഭിയേട്ടനെയും വസുവേട്ടത്തെയും പിരിക്കുന്നതായി തോന്നുന്നില്ല. അവരുടെ അകൽച്ച അകറ്റി
മനഃപൂർവ്വം വേണമെന്ന് വെച്ച് അവരെ പരസ്പരം അടുപ്പിക്കാനാ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തയൊന്നും എനിക്കില്ല. നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണെന്ന് ആർക്കറിയാം? ഞാൻ നിന്നോട് ഓപ്പൺ ആയിട്ടല്ലേ സംസാരിക്കുന്നേ. നിങ്ങളുടെ അഭിനയൊന്നും എന്നോട് വേണ്ട. നീയും ഞാനും ഒന്നല്ലേ മോളെ? അതെങ്ങനെ നമ്മൾ ഒന്നാകും? എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, നിങ്ങൾക്കതില്ല. എന്തു വർത്താനാടി പറയുന്നേ? നിങ്ങൾക്ക് ഭർത്താവില്ലാത്തതിന്റെ ദേഷ്യം ഒരു പകയായി ഉള്ളിൽ വെച്ച് ഈ ഫാമിലിയെ നശിപ്പിക്കുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് നടക്കാത്ത രണ്ടാം കല്യാണം അഭിയേട്ടന് നടന്നതുകൊണ്ട് ഈ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതല്ലേ? അഭിയേട്ടനെയും വസുവേട്ടത്തെയും പിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവർക്കിടയിൽ കെമിസ്ട്രി വർക്കൗട്ട് ആക്കുകയും ചെയ്തു. എല്ലാവരും അഭിയേട്ടനെ വാനോളം പോഴ്ത്തുകയാണ്. നല്ല മനുഷ്യൻ, പാവപ്പെട്ടവൻ, ദൈവമെന്നൊക്കെ പറഞ്ഞ് പോഴ്ത്തുകയാണ്. ആ ഉണ്ണിയെ കുറിച്ച് പോലും എല്ലാവരും പോസിറ്റീവായിട്ടാ പറയുന്നത്. അധികം വൈകാതെ തന്നെ വസുവേട്ടത്തെയും അവർ തലയിൽ വെക്കും. എനിക്കും അഖിലിനും ഇമ്പോർട്ടൻസേ ഉണ്ടാവില്ല. ഞങ്ങൾ ആരും മൈൻഡേ ചെയ്യില്ല. എന്താ മോളെ, നിന്റെ മനസ്സിൽ ഇത്രയും വേദന ഉണ്ടായിരുന്നോ? പുറത്ത് ചിരിച്ചോണ്ടും അകത്ത് നീറ്റലുമാണല്ലേ? നീറാതെ പിന്നെ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞേ? ഈ വീട് യുദ്ധക്കളമാണ്, നീ ഇവിടെ യുദ്ധം ചെയ്യണം, ഈ വീടിന്റെ മഹാറാണിയാവണം എന്നൊക്കെ പറഞ്ഞതല്ലേ? അത് പറഞ്ഞതാ. എന്നിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എനിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കിട്ടിയോ? എന്റെ അഖിലിന്റെ കാര്യമാണെങ്കിലോ? അറ്റ്ലീസ്റ്റ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ജോലി ചെയ്യാൻ വേണ്ടി അമ്മയുടെ അനുവാദം വാങ്ങി തന്നോ? അത് പോട്ടെ, അഖിലിന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തോ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ വിശ്വസിച്ചത് മണ്ടത്തരം. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. എന്താ മോളെ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഇതിനു മുമ്പ് എന്നെ ജീനിയസ് എന്നും ബുദ്ധിശാലി എന്നൊക്കെ പറഞ്ഞു പോഴ്ത്തിയില്ലായിരുന്നോ? ഇപ്പൊ ഈ ഒരു പ്ലാന് പാളിപ്പോയതിന് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട കാര്യമുണ്ടോ? നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉള്ളത്? എന്റെ മോമിന് നിങ്ങൾ കൊടുത്ത പ്രോമിസ് അതെന്തായി? എനിക്കും എന്റെ അഖിലിന് വേണ്ടിയും എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യം നിങ്ങൾ ചെയ്തു തന്നോ? ചെയ്യാ മോളെ. എപ്പോ ചെയ്യാനാ? നീ ഇങ്ങനെ തിടുക്കം കാണിച്ച എങ്ങനെയാ? എല്ലാത്തിനും സമയം വരട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാ നിങ്ങളുടെ കല്യാണം നടക്കാത്തെ. നിങ്ങളുടെ കല്യാണം നടക്കാനും പോകുന്നില്ല. അമ്മയോട് നന്നായിട്ട് പെരുമാറണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഭഗവാന് പൂ കിട്ടുന്ന കാര്യത്തില് അമ്മയുടെ വായിന്ന് എനിക്ക് നല്ലത് കിട്ടി. എന്നാലും സാരമില്ല, ഇവിടുത്തെ നമ്പർ 1 മരുമകൾ ഞാൻ തന്നെ ആയിരിക്കണം. എന്റെ അഖിലിനായിരിക്കണം ഇവിടെ ഇമ്പോർട്ടൻസ്. അഭിയേട്ടനെ പുകഴ്ത്തുന്നത് പോലെ അഖിലിനെ എല്ലാവരും പുകഴ്ത്തണം. ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം. എല്ലാവരും എന്റെ ആജ്ഞ അനുസരിക്കണം. അതാ എന്റെ ഡ്രീം. അതിന് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ചെയ്തോ. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ചത്തുപോ. സമാധാനം കിട്ടും. നിങ്ങൾ ജീവനോടെ ഇരുന്നിട്ട് ആർക്കും പ്രയോജനമില്ല. ഒരു ചെറിയ തെറ്റുപറ്റിയതിന് എന്റെ കല്യാണം നടക്കില്ലെന്നോ? ഞാൻ ചത്തുപോകണമെന്നോ? നിന്റെ അമ്മ ചെറിയൊരു സ്വർണം തന്നോണ്ട് നന്ദി സൂചിപ്പിക്കാൻ ഒരു സഹായം ചെയ്തപ്പോ എന്നെ തന്നെ ചോദ്യം ചെയ്യുന്നോ നീ? ഈ സുമംഗലി എന്ന് പറഞ്ഞ പെൺ ശകുനിയടി. ആരുടെയും സഹായം ഇല്ലാതെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. കാത്തിരുന്നോടി. ഹായ് അനു. ഹായ് കീർത്തി. ഹേയ്, നീ എപ്പോഴാ എത്തിയേ? കുറച്ചു നേരമായി. നീ ഹോസ്റ്റലിൽ പോയിരുന്നതല്ലേ? പിന്നെ എന്തിനാ തിരിച്ചു വന്നേ? അച്ഛൻ കൂട്ടിയിട്ട് വന്നതാ. അച്ഛനൊന്നും കൂട്ടിക്കൊണ്ട് വരില്ല. നീ കരഞ്ഞിട്ടായിരിക്കും. ഞാൻ കരഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ തന്നെയാ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ നീ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പൊക്കോ. എന്തിന്? നീ ഈ വീട്ടിലുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആണെന്നാ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല. നീ വേറെ, ഞങ്ങൾ വേറെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ പറയും. നീ പോ. എന്റെ അമ്മയെ കാണാതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. എന്തു പറ്റി? എന്താ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നേ? നിനക്കൊരു അമ്മയുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ അമ്മ കാണാൻ എങ്ങനെയാണെന്ന് പോലും അറിയില്ല.
എവിടെ പോയെന്നും അറിയില്ല. ഞങ്ങൾക്കും അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആര് പറഞ്ഞു നിങ്ങൾക്ക് അമ്മയില്ലെന്ന്? അമ്മ ഉണ്ടല്ലോ. എവിടെയാ ഉള്ളത്? വീട്ടില് തന്നെ. ആരാ? വസു അമ്മ. അവര് നിന്റെ അമ്മയാണ്. എന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അമ്മയും. അങ്ങനെയൊന്നും അല്ല. എന്തിനാ അങ്ങനെ പറയുന്നേ? നിങ്ങളുടെ അച്ഛനെ ഞാനും അച്ഛനെന്ന് തന്നെയല്ലേ വിളിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എന്റെ അമ്മയെ അമ്മേന്ന് തന്നെ വിളിക്കണം. ഞങ്ങളുടെ അച്ഛനെ നീ എപ്പോഴും അച്ഛാന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മയെ നിങ്ങൾ അമ്മേന്ന് തന്നെ വിളിച്ചാ മതി. എന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല. അതെന്താ അങ്ങനെ നടക്കാത്തത്? ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേ, നിങ്ങൾ എന്റെ അനിയത്തിമാരും. അങ്ങനെയല്ല, നീ ഞങ്ങളുടെ ചേട്ടനല്ല. ഞങ്ങൾക്കൊരു ചേട്ടനില്ല. അതിനെന്താ, ഞാനിപ്പോ ഇല്ലേ? നീ എന്റെ അച്ഛന്റെ മകനേ അല്ല, നീ നിന്റെ അമ്മയുടെ മകനാ. നിന്നോട് ഞങ്ങൾ ഒരിക്കലും കൂട്ടുകൂടില്ല. അച്ഛനോട് പറഞ്ഞ് നിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടും. അപ്പൊ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെല്ലാരും ഒരു ഫാമിലി ആണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും അനുവിനെ കീർത്തിയും കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുത്തിക്കണം. അവർ രണ്ടുപേരും കൊണ്ട് എന്തായാലും എന്നെ ചേട്ടാന്ന് വിളിപ്പിക്കണം. അപ്പോഴേ അച്ഛനും അമ്മയും ശരിക്കും സന്തോഷത്തോടെ ഇരിക്കുള്ളൂ. മതി. പുലരിയിൽ ഇളം വെൺ സൂര്യനായി ശലഭമേ പറന്നേറാം. ഒരു സന്ധ്യ നീർത്ത മലയോരം മഴ നനഞ്ഞ കാറ്റാവാം. ദൂരെ പാടുമൊരു മരതക പുഴയിൽ ദൂതായി പോയി വരുമോ? ആരോ നീട്ടുമൊരു പവിഴപ്പൻ പതക്കം ആദ്യം വാങ്ങി വരുമോ? ഏട്ടനെന്നും കിനാവിൽ കൂട്ടായി വരാം. പാട്ടും പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റു വന്ന് വിളിക്കുന്നു പൊന്നാരെ. നാളെ എന്താ വിശേഷമൊന്നും എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അയ്യോ, അതെങ്ങനെ മറക്കാൻ പറ്റുവച്ചാ? ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചേ. വേറെ എന്തൊക്കെ മറന്നാലും അത് മാത്രം മറക്കാൻ പറ്റില്ല. അത് മറന്നു പോവാണെങ്കിൽ ചേട്ടൻ വെറുതെ വിടില്ലല്ലോ. ഞാനൊന്നും പറയില്ല സുമംഗലി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാ. എല്ലാരും പങ്കെടുക്കണം അതില്. അതുകൊണ്ടല്ലേ അച്ഛാ ഇന്ന് കണക്കെഴുതുന്ന ജോലികളെല്ലാം ഞാൻ നേരത്തെ തീർത്തേ. ആ കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രാത്രിക്കുള്ളിൽ തീർത്തേക്കണം. നാളത്തേക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വച്ചാ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാ പറഞ്ഞത്. അവസാനം അതും മറന്ന് ഇതും മറന്ന് വഴക്കും വാങ്ങി. ഇത്തവണ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനുണ്ടല്ലോ അമ്മേ. കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തണം. നാളെ എല്ലാവരുടെയും മുമ്പിൽ നിന്റെ കെട്ടിയവനെ ഞാൻ വഴക്ക് പറഞ്ഞാൽ അത് നിനക്ക് ഫീൽ ചെയ്യരുത്. ഇല്ലച്ചാ, ഇത്തവണ വഴക്കൊന്നും കിട്ടില്ല. പകരം അഭിനന്ദനങ്ങളാവും. അത് നമുക്ക് നോക്കാടാ. കണക്ക് പ്രകാരം 2 അടി നിനക്കല്ലേ തരേണ്ടത്. എന്നെക്കാളും ഏട്ടനല്ലേ മറുപടി അസുഖം കൂടുതൽ. ഏട്ടത്തിന്റെ അടുത്തുനിന്ന് കൊട്ട് കിട്ടാതെ സൂക്ഷിച്ചോ. നാളത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? എല്ലാവർക്കും അറിയാം, എനിക്ക് ഉണ്ണിക്ക് മാത്രം അറിയില്ല. അഭി അച്ഛാ. നാളെ വേറെ എങ്ങോട്ടും പൊയ്ക്കളയരുത്. ശരി അച്ഛാ. എപ്പോഴത്തെയും പോലെ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. അഭിയുടെ ഫോൺ മാത്രമല്ല, എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. ഇതെല്ലാ പ്രാവശ്യം പറയണേട്ടാ. വർഷങ്ങളായിട്ട് അങ്ങനെയല്ലേ നടക്കുന്നത്. ഏത് കാര്യവും ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ.
ഏട്ടന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. എന്നെ ഒന്ന് കെട്ടിച്ചു വിടുന്ന കാര്യം മാത്രം ഓർമ്മയില്ല. ഭാവനെ, സാമ്പാർ എന്തേ? അത് ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിരിക്കും അമ്മേ. പോയി കൊണ്ടുവാ. മോളെ ഭാവനെ, ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ നീ ചെയ്തോണം. ആ ശരി അച്ഛാ. എന്നാ ഞാനൊരു കൈ കൊടുക്കാച്ചാ. വേണ്ടടാ, കഴിഞ്ഞ പ്രാവശ്യം നീ വെച്ച ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലായതാ. അത് ഏട്ടനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചോണ്ടല്ല, ഇളയമ്മ വയററിയത് കഴിച്ചോണ്ട ഹോസ്പിറ്റലായത്. സാമ്പാർ നീ ഉണ്ടാക്കിയതല്ലേ ഭാവനെ? അത് മറന്നുപോയതാമേ. കാർത്തിക, ഉപ്പൊന്ന് എടുത്തിട്ട് വരോ? ഇപ്പൊ കൊണ്ടുവരാ ഏട്ടത്തി. കാർത്തിക, നാളെ എന്റെ വിശേഷ ദിവസമാണെന്ന് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്കറിയോ? ഏട്ടത്തിക്ക് അറിയില്ലേ? ഞാനും വെച്ച് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്താ പറയുന്നേ? ഞാൻ കരുതി അറിയായിരിക്കുമെന്ന്. നിനക്കറിയാമെങ്കിൽ ഒന്ന് പറയോ? അത് നാളെ എന്താ വിശേഷം? വേഗം കൊണ്ടുവാ. ഇതാ വരുന്നു ഏട്ടത്തി. ഞാൻ പിന്നീട് പറഞ്ഞുതരാ. താങ്ക് യു ഉണ്ണി. താങ്ക് യു. ഇപ്പോഴെങ്കിലും ഒന്ന് പറയൂ ചേച്ചി. അറിയാനുള്ള ആകാംക്ഷ കൂടുതലല്ലേ? സസ്പെൻസ് ആക്കി വെക്കില്ലേ ചേച്ചി? എന്താ കാര്യം അറിയാതെ ഞാനും ഉണ്ണി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. ഏട്ടത്തിക്കും ടെൻഷൻ ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ. എല്ലാവർക്കും അറിയുന്ന കാര്യം എനിക്ക് മാത്രം അറിയാതിരുന്ന എനിക്ക് ടെൻഷൻ ആവില്ലേ? അറിയാതിരുന്നത് നിന്റെ തെറ്റ്. നീ എന്താ അറിയാൻ ശ്രമിക്കാത്ത? അതെങ്ങനെ ഞാൻ അറിയുന്നേ? പിന്നെ കാർത്തിക് എങ്ങനെ ഇക്കാര്യമൊക്കെ അറിഞ്ഞത്? എന്നോട് അഖില് പറഞ്ഞു. എന്നോട് എന്റെ ഏട്ടൻ പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ. അപ്പോ ചേച്ചി എനിക്ക് പറഞ്ഞതാ, ഞാൻ എന്തിനു പറയണം? എന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചിയും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നോ? ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണം? പ്ലീസ് ചേച്ചി.
പാവം പറഞ്ഞു കൊടുക്കേടത്തി. നീ ചുമ്മാതിരിക്കെ കാർത്തിക. അവൾ അഭിയാണോ കല്യാണം കഴിച്ചത് അതോ ഇവള് നമ്മളെയാണോ കല്യാണം കഴിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനോടും കാർത്തിക അവളുടെ ഭർത്താവിനോടും ചോദിച്ച കാര്യങ്ങൾ അറിഞ്ഞത്. അതുപോലെ നീ നിന്റെ ഭർത്താവിനോട് ചോദിച്ചു മനസ്സിലാക്ക. ഞങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതെന്തോ അഭിയേട്ടനെയും വസുവേട്ടത്തെയും ചേർത്ത് വെക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഈ പ്ലാൻ തകർക്കണം.